ഇന്ന് ഞാനും ഒപ്പം കൂടെയാണ് പോത്ത് കഴുകണത്. വെള്ളം പിടിക്കുന്നുണ്ട്, ഓടി ഓടിയിട്ട് കഴുകാൻ കേട്ടോ. അപ്പോൾ പോത്തിനെ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പോത്തിനെ കഴുകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് രാവിലെ നേരത്തെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോത്തിന് നന്നായി വെള്ളം നിൽക്കുമ്പോഴേക്കും നന്നായി വൃത്തിയിൽ കഴുകാലോ എന്ന് വെച്ചിട്ട് ആദ്യം ഞാൻ വന്ന് തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അപ്പു വന്നത്. അപ്പോൾ ഞാനും അപ്പുവും കൂടെ ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കും, അപ്പു അവരെ കഴുകും. അങ്ങനെയായിരുന്നു. ഞാൻ പകുതി അവരെ കഴുകി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ അപ്പു എണീറ്റ് വന്നത്. അപ്പോൾ അതാ പോത്തിനെ അരച്ച് നന്നായി കഴുകുന്നുണ്ട് കേട്ടോ. രാവിലെ ആയിക്കഴിഞ്ഞാൽ അവർ ഫുൾ വളമൊക്കെ ഇട്ടിട്ട് ഫുൾ വളത്തിൽ മുങ്ങി നിൽക്കുന്നുണ്ടാവും. ആ സമയത്താണ് നമ്മൾ അവരെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് കഴുകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി സ്പീഡാക്കിയിട്ടാണ് വീഡിയോ. ഒരു 15 മിനിറ്റൊക്കെ ഉണ്ട് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നതും വെള്ളം കൊണ്ട് കൊടുക്കുന്നതും വൃത്തിയാക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് ലെങ്തി ആവേണ്ട പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടതാണ്. പോത്തിനെ വലിക്കുന്നതും കഴുകുന്നതൊക്കെ പതിയാണ്. പക്ഷെ നമുക്ക് വീഡിയോ സ്പീഡാക്കി ഇട്ടതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് അറിയുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളമൊക്കെ നിറയെ ഒരു ബക്കറ്റ് എന്തിലൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. കാരണം തൊഴുത്ത് നല്ല ക്ലീനായി വെക്കണം. പിന്നെ അതുപോലെ തന്നെ നന്നായി വെള്ളം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കഴുകാം. പക്ഷേ നമ്മൾക്കിങ്ങനെ വെള്ളം കൊണ്ടുപോയി കഴുകുമ്പോൾ കുറച്ച് പണിയാണ്. പിന്നെ അതുപോലെ തന്നെ പോത്തുകളിനെ കഴുകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ തൊഴുത്തിൻ്റെ താഴ്ഭാഗവും കൂടെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർ നിൽക്കുന്ന ഭാഗത്ത് കുറേ പുല്ലും വൈക്കോലും അവർ ചാണകമൊക്കെ ഇട്ടതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ വെള്ളത്തിൻ്റെ കൂടെ അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ചെരുപ്പിട്ടിട്ടാണ് നടന്നത്. പിന്നെ വഴുക്കാൻ തുടങ്ങിയത് ഞാൻ ചെരുപ്പ് പതിയെ അഴിച്ച് വെച്ചാണ് കേട്ടോ. പൊതുവെ ചെരുപ്പിട്ട് തന്നെയാണ് തൊഴുത്തിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കലും കഴുകലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ചെരുപ്പ് അഴിച്ച് വെച്ച് തന്നെ. അപ്പോൾ നമ്മുടെ പോത്തുകളെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പോത്തുകൾക്ക് ഹൈജീനായിരിക്കുക, അതായത് അവർ വൃത്തിയാക്കിയിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അവൻ്റെ കാലിൽ കുളമ്പ് രോഗം വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഉള്ളിൽ എന്തായാലും അവർ രാത്രി ഫുൾ വളം ഇടുമ്പോൾ നമുക്ക് രാത്രി ഒന്നും എണീറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ അവൻ്റെ കാലിൻ്റെ അടിയിൽ ചെവിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ വളം ഉണ്ടാകും. അവർ കിടക്കുന്ന സൈഡ് അവൻ്റെ ചെവി ഒന്നാമത് പരന്ന പോലെയാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി ഉരച്ച് കഴുകണം. അതുപോലെ അവൻ്റെ കാലിൻ്റെ കുളമ്പിലുള്ള വളമൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രമാണ് കുളമ്പ് രോഗം നമുക്ക് തടയാൻ പറ്റുള്ളൂ. കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഭയങ്കര പാടാണ് അത് മാറാൻ. അത് പോത്തുകൾക്കായാലും പശുക്കൾക്കായാലും ഒരുപാട് ബാധിക്കുന്നുണ്ടാകും. ഈ ഇടയിലുള്ളവൻ വെറുതെ കുത്തണ്ട. അവൻ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അവൻ്റെ ഒരു ശീലമാണ്. നമ്മൾ അടുത്ത് പോയി നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ തോണ്ടൽ കുറച്ച് കൂടുതലാട്ടോ. അവന് കുത്തൽ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്ത് പോകാൻ മാത്രം ഒരു പേടിയുണ്ട്. പിന്നെ ഈ വളവെള്ളമൊക്കെ പോകുന്ന ആ വഴി ഫുള്ളും നമ്മൾ നിൽക്കുന്നങ്ങോട്ട് വളം കയറി വരാൻ തുടങ്ങിയിട്ടാണ്. കാരണം നമ്മളെടുത്ത് വളം പോകാൻ വേണ്ടി എടുത്ത് വിട്ട ഗ്യാപ്പ് ഫുള്ളായി മണ്ണ് നികന്നു. അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓരോ പോത്തിനെ അഴിച്ച് അവർക്ക് കയറ് ചുറ്റി കൊടുക്കുന്നുണ്ട്. കഴുകിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ കിടക്കുന്ന വയറിൻ്റെ അടിഭാഗവും നന്നായി കഴുകണം കേട്ടോ. അപ്പോൾ ഞാനവിടെ കൈക്കോട്ടും കൊണ്ട് ആ മണ്ണൊക്കെ കോരി വളവെള്ളം അപ്പുറത്തേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പു പോത്തിനെ അഴിച്ച് കെട്ടിയും വിടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഗുണ്ടൻ പൂത്താകുമ്പോൾ കുറച്ച് നേരെ കാണിച്ചു തരും. വേറെ ഇടയിലുള്ളവനാണ് കൂടുതലും കാണിക്കാത്തത് കേട്ടോ. അവരൊക്കെ പോയിൻ്റെ ഒരു വലിപ്പമാണ് ഇവർ. അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ വലിക്കും. അപ്പം ഞാൻ അവിടെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുവിനെ വീണ്ടും എനിക്ക് മതിയായി അപ്പു പറഞ്ഞപ്പോൾ പിന്നെ അപ്പുവാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ തൊഴിക്കുമെല്ലാം ക്ലീൻ ചെയ്തിരുന്നാലാണ് അവർ നല്ല വൃത്തിയിലിരിക്കുകയുള്ളൂ. അപ്പോൾ അപ്പു വീണ്ടും അവനെ അഴിച്ചു വിട്ടതിന് ശേഷം ഒന്നും കൂടി ലാസ്റ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി അടിച്ചു കൊടുക്കണ്ട. പിന്നെ അവർ മേഞ്ഞ് വരുമ്പോഴേക്കൊക്കെ തൊഴുത്ത് നന്നായി ഉണങ്ങി വൃത്തിയായി കിടക്കണ്ട. ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ അപ്പുവിൻ്റെ അച്ഛനും സഹായിക്കാറുണ്ട്. പുല്ലരിയാൻ പോയിട്ടുണ്ടാവും അച്ഛൻ. അപ്പോൾ ഞങ്ങളായിരിക്കും രാവിലെ ഇതൊക്കെ ചെയ്യുന്നത്. മിക്കവാറും അച്ഛനും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തൊഴുത്ത് കഴുകുന്ന വീഡിയോ. അപ്പോൾ നമ്മളുടെ പോത്ത് നല്ല രീതിക്ക് വളരാനൊക്കെ ഉള്ള ടിപ്സ് നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.